എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് തണ്ണീർമുക്കം ബണ്ടിലേക്കാണ്. കുമരകത്തിൻ്റെ അടുത്തായിട്ട് വരും ഈ തണ്ണീർമുക്കം ബണ്ട്. കുമരകത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. തണ്ണീർമുക്കം ബണ്ടിൽ ഞാനൊരു ദിവസം രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വന്നത് ഇവിടെ കാണാനായിട്ടൊന്നുമല്ല കേട്ടോ, കുറച്ച് നല്ല മീൻ മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും നിറയെ വലക്കാരും അതുപോലെ തന്നെ ചൂണ്ടക്കാരും എല്ലാ ടൈപ്പ് മീൻപിടുത്തക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, വള്ളം നിറയെ മീനുകളുമായിട്ടാണ് ഇവിടെ വലക്കാരൊക്കെ വന്നിരിക്കുന്നത്. ഇത് ചീനവലയിൽ പിടിച്ചിരിക്കുന്ന മീനാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇവിടെ ധാരാളം ചൂണ്ടക്കാരൊക്കെ വന്ന് മീൻ പിടിക്കുന്നതാണ്. തണ്ണീർമുക്കം ബണ്ടിൽ 2 ചിറകളുണ്ട്. അപ്പോൾ ആ ചിറയുടെ ഒരു ചിറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ഒരു ചിറ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റൊരു ചിറയുള്ളത്. ഇവിടെ ഇങ്ങനെ ധാരാളം ചീനവലകൾ ഇങ്ങനെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ചീനവലയിൽ കിട്ടിയ കൂരികളാണ് കേട്ടോ നമ്മൾ ആദ്യം ആ വള്ളത്തിനകത്ത് നിറയെ കണ്ടത്. കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും നല്ല വിലക്കുറവിൽ തന്നെ നമുക്ക് ഇവിടുന്ന് മീനുകൾ മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീനുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലെ കുട്ടവഞ്ചിയിൽ നടന്ന് മീൻ പിടിക്കുന്നതും കാണാം. ഇവർ ഓടുവല ഇട്ടിട്ടാണ് ഇതിൽ നിന്നും മീൻ പിടിക്കുന്നത്. ഒരു വള്ളമല്ല കേട്ടോ, ധാരാളം വള്ളത്തിൽ ഇതുപോലെ മീനുകൾ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലെ ബോക്സുകളിലാക്കിയിട്ട് വണ്ടികൾ വന്ന് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമുക്കിതിനകത്തുനിന്ന് വലിപ്പമുള്ള മീനുകൾ തപ്പിയെടുത്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ. ഞാൻ ഇതുപോലെ തപ്പി ഏകദേശം ഒരു 6-7 കിലോ മീൻ മേടിച്ചു. കൂരിയാണ് കേട്ടോ. സാധാരണ നമ്മളൊരു മീനെ പിടിക്കുന്ന പോലെ പിടിച്ചു കഴിഞ്ഞാൽ കൈക്കിട്ട് നല്ല കുത്തു കിട്ടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ മീനുകളെ കൈകാര്യം ചെയ്യാനായിട്ട്. കൂരി കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദനയുമാണ്. കൂരി മാത്രമല്ല, കൊഴുവയും ഉണ്ടായിരുന്നു. വെളുപ്പിനെ വരുവാണെങ്കിൽ ഇതുപോലെ നല്ല ഫ്രഷ് മീനുകൾ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പല ചീനവലയിൽ നിന്നും വള്ളങ്ങൾ ഇതുപോലെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് തലേദിവസം വള്ളം നിറച്ച് മീനുണ്ടായിരുന്നു എന്ന്. ഇന്ന് കുറവാണെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ കൊല്ലം ഭാഗത്ത് എറണാകുളം രാവിലെ തന്നെ പോകാനുള്ള ബോട്ടുകളുടെ പാതയും ഈ തണ്ണീർമുക്കം ബണ്ട് വഴിയാണ്. അതിനുവേണ്ടി ഇതുപോലെയുള്ള വഴികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. തണ്ണീർമുക്കം ബണ്ടിലെ രാവിലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തണ്ണീർമുക്കം ബണ്ട്. കുമരകത്തേക്ക് വരുന്നവരും അതുപോലെ ആലപ്പുഴയിലേക്ക് പോണവരുമൊക്കെ ഇവിടെ ഒന്ന് കയറി പോകുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ തണ്ണീർമുക്കം ബണ്ട്. ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ഇത് തണ്ണീർമുക്കത്തെ പുതിയ പാലത്തിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഒരു ഭാഗത്ത് ഉപ്പുവെള്ളവും മറുഭാഗത്ത് ശുദ്ധജലവുമാണ്. കുട്ടനാട്ടിലെ കൃഷിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടിയാണ് ഈ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഉപ്പുവെള്ളം കയറി കുട്ടനാട്ടിലെ കൃഷികളൊന്നും നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പാലം പണിതിരിക്കുന്നത്. 1.5 കിലോമീറ്ററിനടുത്ത് നീളമുണ്ട് ഈ പാലത്തിന്. നമ്മൾ രാവിലെ മീൻ പിടിക്കാൻ വന്ന സ്ഥലത്തെ വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും നിറയെ വണ്ടികളൊക്കെ വന്ന് നല്ല തിരക്കായിട്ടുണ്ട് ഈ തണ്ണീർമുക്കം ബണ്ട്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരുവാണെങ്കിൽ നല്ല കക്കയിറച്ചിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തണ്ണീർമുക്കം ബണ്ട്. നമുക്കിവിടെ വന്നാൽ നല്ല ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടെയാണ് ഈ തണ്ണീർമുക്കം ബണ്ട്. നമ്മൾ നേരത്തെ ബീച്ചിൽ പോയപ്പോഴേക്കും അന്നൂട്ടിക്ക് കളിക്കാനായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ ആയിട്ടാണ് നമ്മൾ ബണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അന്നൂട്ടി ഇവിടെ നിന്ന് അതൊക്കെ ആയിട്ട് മണ്ണൊക്കെ വാരി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത മോമോസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ തന്നെ ഉണ്ട്.
നമ്മളങ്ങനെ ചെറിയ സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോയത് നേരെ ഒരു സ്പീഡ് ബോട്ട് റൈഡിനാണ് കേട്ടോ. അധികം ചിലവൊന്നും ഇല്ലാതെ നമുക്കിവിടെ ഒരു സ്പീഡ് ബോട്ട് റൈഡിനൊക്കെ പോകാം. ഈവനിങ്ങിൽ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്പീഡ് ബോട്ട് റൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. നല്ല അടിപൊളി ഒരു റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്പീഡ് ബോട്ട് റൈഡിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.